ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ട് അടൂര് കൂടി ഇങ്ങനെ ഒന്ന് നടക്കുക. അജുമോനൊരു സന്തോഷമാവാൻ വേണ്ടി ഇതിലേക്കൂടി ഇങ്ങനെ പോവുക. ഇവിടെ പല സാധനങ്ങൾ ഇങ്ങനെ കാണാമായിരിക്കും. പല സാധനങ്ങളുണ്ട്. കണ്ടോ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അജു താണ്ട നിൽക്കുന്നു. മോനെ മുന്നോട്ട് നടക്ക, അജു മുമ്പോട്ട് നടക്കും. അവിടെ വണ്ടി കിടക്കുന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നേ. വേണ്ട പേഞ്ചീപ്പ് ഉണ്ടാക്കുന്നുണ്ടോ ഒരച്ഛൻ? പേഞ്ചീപ്പ് പേഞ്ചീപ്പിന് എങ്ങനെയാ വെച്ചാൽ വില? 50 രൂപ 100 രൂപയൊക്കെയാണ് പേഞ്ചീപ്പിൻ്റെ വില. നല്ല ഫാഷനിലുള്ള പേഞ്ചീപ്പ് വരെയുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം മേടിക്കുന്നില്ല. കമ്മലുകളാണെങ്കിലും ഈ വഴി സൈഡിലുള്ള കടകളാണ് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ കണ്ടോ. ഷിജുമാമന് കണ്ടോ. എടാ ഇവിടെ പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഇവിടെ സ്കൂൾ കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ വരിക. അപ്പം നമ്മുടെ ഷിജുമോന്, നമ്മൾ ഓട്ടോയെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മോൻ്റെ വണ്ടിയല്ല ഞങ്ങളിങ്ങോട്ട് വന്നത്. ഞാൻ എയർപോർട്ടിൽ ഒരു പ്രാവശ്യം അജുമോൻ എന്നെ കൊണ്ടുവരാൻ വന്നപ്പോഴും നമ്മുടെ ഷിജുമോൻ്റെ വണ്ടിയിലായിരുന്നു വന്നതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടോ. ഷിജു താണ്ടിരിക്കുന്നു. ഷിജു കണ്ടോ. ഷിജുവിനെ ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി ഷിജുവിനെ ഞാൻ സബ്സ്ക്രൈബർ ആക്കും. കേറട്ട വണ്ടിയിലോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഷിജുമോനും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ. ഞങ്ങൾ ഓട്ടോയെ കയറിയിരുന്നു. അജു മുഖം കൊണ്ട് ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഞങ്ങൾ ഷിജുമോൻ്റെ കൂടെ പിന്നെ അടൂര് വരെ ഞങ്ങൾ വന്നതാണ്. അജുമോനൊരു സന്തോഷമാവുകയും ചെയ്യും. നമുക്കൊരു ചെറിയൊരു കാര്യം സാധിക്കാനും ഉണ്ടായിരുന്നു, ഒരാളെ കാണാനായിട്ട്. ഇങ്ങോട്ട് വന്നതിൻ്റെ തന്നെ സന്തോഷം. അജുമോനൊരു മനസ്സിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് മാറി. അവനൊരു കുഞ്ഞു സന്തോഷമൊക്കെ ആയിക്കോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അജുമോൻ്റെ ഒരു ആൻറ്റിയെ ഒന്ന് കാണാൻ കുറച്ച് നാൾ കൊണ്ട് വിചാരിക്കുക. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടുവന്ന് ആൻറ്റിയെ ഒന്ന് കാണിച്ച് ആയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നതാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും പോകുന്നു. അജുമോൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും വന്നിട്ടില്ല. അമ്മച്ചിക്കടയിൽ പോവാനും പിന്നെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു ചേച്ചി, പിന്നെ ഗീത ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയായിരുന്നു. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുവാന്നല്ല, ചേച്ചിക്ക് പിന്നെ മെസ്സായിരുന്നു ഉള്ളത്. അപ്പോൾ കടമ്പനായിട്ടാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചി മെസ്സ്, പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ കുറച്ച് നാൾ അന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ പിന്നെ ഒന്ന് പോകാനായിട്ട് ഞാനും അജുവിൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾ വന്ന് അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ അജുമോൻ അടൂരൊന്ന് വന്നു. പിന്നെ അമ്മച്ചിക്കടയുടെ ഉദ്ഘാടനത്തിന് അജുമോനെ വിളിച്ചായിരുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ പിന്നെ ഒന്ന് വന്നു. ഇവിടെ ഈ അടൂർ വന്നിട്ടായിരുന്നു ബസ്സിന് കയറി ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അങ്ങനെ ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ അജുമോനെ ഇതുവഴിയൊക്കെ വന്നിട്ടുള്ളൂ. അടൂരൊക്കെ ഇങ്ങോട്ടെങ്ങും അങ്ങനെ വന്നിട്ടില്ല കൂടുതലായിട്ട്. അഥവാ നമ്മൾ എങ്ങോട്ടേലും പോകണമെങ്കിൽ നമ്മൾ നേരെ കൂടൽ ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ പത്തനാപുരത്തോട്ടോ അല്ലെങ്കിൽ പത്തനംതിട്ട അങ്ങനെയുള്ളിടത്തോട്ടൊക്കെ അത്രയൊക്കെ നമ്മൾ അജു അങ്ങനെ യാത്ര ചെയ്യുന്നുള്ളൂ. പിന്നെ അജു കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ തിരുവനന്തപുരം പോകുമ്പോഴൊക്കെ കൂടുതൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തിരുവനന്തപുരം എയർപോർട്ടിൽ പോകുമ്പോൾ ഓട്ടോയെ മാത്രമേ പോകത്തുള്ളൂ.
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോയെ പോകുന്നതിന് ഞങ്ങൾക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സുഖം അങ്ങനെ പോയി ശീലിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരിത് തോന്നുന്നതെന്ന് തോന്നുന്നു. പിന്നെ എത്ര ദൂരം വന്നേലും പിന്നെ ഞങ്ങളുടെ ഷിജിമോനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ മോഹനമാമനോ പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇഷ്ടം, അവർക്ക് വരാൻ അവർക്ക് സമയമുണ്ടെങ്കിൽ ഇവരെയൊക്കെ വണ്ടികൾ വിളിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോവും. അങ്ങനെ ചെയ്യുന്നത്. അജുവിനൊരിച്ചിരി സന്തോഷമായിക്കോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വന്നത്. അജുവേ സന്തോഷമായോ ആൻറ്റിയൊക്കെ കണ്ടപ്പം? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, നിൻ്റെ മുഖമൊന്നും കാണണ്ടായോ? ആൻറ്റിയൊക്കെ കണ്ടപ്പോൾ അജുമോന് സന്തോഷമായി. നിങ്ങൾ എന്നെ എപ്പോൾ നോക്കിയാലും ഞാൻ ഈ കൂതറ ലുക്കിൽ തന്നെയാണ് കാണുന്നത്. ഒന്ന് പന്ന മാക്സിയൊക്കെ ആയിരിക്കും ഇത് എപ്പോഴും. ഇത് പിന്നെ ഒമാനിലുള്ള മനുഷ്യർക്കെല്ലാം അറിയാം. ഞാൻ അതിൽ എപ്പോൾ നടന്നു പോയാലും ഈ ഒരു ചുരിദാറൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത്. എൻ്റെ ഈ ചുരിദാറൊക്കെ ഒന്ന് കാണിച്ച് എന്നെ അവിടെ വെച്ച് കാണുന്ന എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ടീച്ചർമാർക്കൊക്കെ അറിയാം, ടീച്ചറിനൊക്കെ അറിയാം. സ്ഥിരമായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു ഇട്ടുകൊണ്ട് ചെല്ലുന്നത്. ഇനി അടുത്ത അങ്ങനെയൊക്കെ ഉണ്ട്. ഷിജിമോനാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ നല്ലപോലെ ഇരുന്ന് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കങ്ങ് പോവാം. ഇനി പ്രത്യേകിച്ച് കാണാനായിട്ട് ഈ ഒന്നുമില്ല. അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് ഇതൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം സമയമൊക്കെ ഉച്ചയാവാറായി. എല്ലാവരും എല്ലാം പിന്നെ ആഹാരമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ആണെങ്കിലും നല്ല വിശപ്പുണ്ട്. രാവിലെയൊക്കെ ഞങ്ങൾ ഇറങ്ങി പോന്നു. എന്നാലും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് മീൻകറി ഒക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. ഷിജിമോനെ മീനോ എന്തെങ്കിലും നമ്മൾ എവിടെ നിന്നേലും മേടിക്കുന്ന നോക്കളെ? എവിടെയായിരുന്നു മോനെ വിലക്കുറവുള്ളിടം? പോകുന്നിടത്ത് നമുക്ക് മേടിക്കാം ഇച്ചിരി. പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് വിലക്കുറവുള്ളിടം ഉണ്ടെന്ന് മുമ്പേ മോൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മളൊരു ശകലം മീനും ഒക്കെ മേടിക്കും. ഷിജിമോന് 2 മക്കളാണ് ഉള്ളത്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത ഷിജിമോൻ്റെ വീട് ഇപ്പം താമസിക്കുന്നത്. ഷിജിമോൻ്റെ പിന്നെ അച്ഛനും അമ്മയും അനിയനും താമസിക്കാൻ അവരും പിന്നെ അച്ഛനും 2 മക്കളും കൂടെ ചേർന്ന് നല്ല സൂപ്പർ ഒരു വീട് വെച്ചിട്ടുണ്ട്. വസ്തു മേടിച്ച് അവർ വീട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അവരിപ്പം വാടക വീട്ടിലാണ് ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിജിമോനും 2 മക്കളും. മൂത്ത മോനെ 9ാം ക്ലാസ്സിൽ പഠിക്കുക. കുഞ്ഞുമോൻ സ്കൂളിൽ പോയി തുടങ്ങിയില്ല. പോയി തുടങ്ങിയോ മക്കളെ? അംഗൻവാടി പോയി തുടങ്ങിയോ? അംഗൻവാടി പോയി തുടങ്ങി. ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്കും വീടില്ല, വസ്തുവുമില്ല. ഇവർക്ക് ഇച്ചിരി വസ്തുവൊക്കെ മേടിച്ച് വീടൊക്കെ വെക്കണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് മോനും ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വസ്തുവും വീടും ഒക്കെ മേടിക്കാനും ഒക്കെ ഒക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തായാലും നമുക്ക് താമസിക്കാനൊരു വീടുമുണ്ട്. നമുക്ക് താമസിക്കാനുള്ള ഇതൊക്കെ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ട്. പിന്നെ പഴയതാണേലും 10-70-80 വർഷം എങ്ങാണ്ട് പഴക്കമുണ്ട് നമ്മുടെ വീട്. എന്നാലും നമുക്ക് ഇഷ്ടംപോലെ താമസിക്കാനും കിടക്കാനും ഇരിക്കാനും എല്ലാം ഉള്ള സ്ഥലമുണ്ട്. പിന്നെ വസ്തുവും വീടും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ലോൺ വന്ന് കയറി അങ്ങേയറ്റം പറ്റിയപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് എല്ലാവരെയും സഹായിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീടുള്ളവരും വീടില്ലാത്തവരും എല്ലാവരും വസ്തുവില്ലാത്തവരും എല്ലാം നമുക്ക് കുറേച്ച് തൽക്കാലം താമസിക്കാനുള്ള ഒരു കുഞ്ഞു വീടും വസ്തുവൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ്ട് അജു ഇരിക്കുന്നു. അജു ഒന്ന് പറഞ്ഞു. അജു ഒരു നേഴ്സറി നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അജു നോക്കും. ഒന്നും മേടിക്കുന്നില്ല. നമുക്കൊന്ന് സാധനങ്ങൾ നടഞ്ഞതിന് പിന്നെ ഓരോ സാധനങ്ങൾ മേടിച്ച് നടണമെന്നാണ്. അവനെന്തൊക്കെയോ വിത്ത് മേടിച്ച് നടണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് കിളിപ്പിച്ച് വെച്ചേക്കുന്ന വിത്തുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണാൻ മറക്കരുതേ.